ഗുഡ് ഈവനിംഗ് റഹീസ്. ഇതാദ്യമായി കസ്റ്റഡി മർദ്ദനം ചർച്ചയാക്കപ്പെട്ടതിന് ശേഷം മുഖ്യമന്ത്രി വിശദീകരിക്കുകയാണ്. അത് LDF യോഗത്തിലായിരുന്നു വിശദീകരണം. ഏകദേശം 40 മിനിറ്റ് എടുത്താണ് മുഖ്യമന്ത്രി കാര്യങ്ങൾ വിശദീകരിച്ചതെന്നാണ് അറിയുന്നത്. നാളെ ഒരുപക്ഷെ അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം വരാനിരിക്കുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം. എങ്ങനെയാണ് മുഖ്യമന്ത്രി ഈ പോലീസിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്? ഡോക്ടർ അരുൺ, അല്പസമയം മുമ്പ് കഴിഞ്ഞ LDF യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പിനെതിരെ ഉയർന്ന ആരോപണങ്ങൾക്കെല്ലാം അക്കമിട്ട് മറുപടി നൽകി. LDF യോഗത്തിൽ CPI-M ഒഴികെയുള്ള എല്ലാ കക്ഷികളും ലോക്കപ്പ് മർദ്ദനത്തിനെതിരായ നിലപാടെടുത്ത സാഹചര്യത്തിൽ CPIയുടെ ബിനോയ് വിശ്വമൊക്കെ ഇന്ന് യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ചോദ്യങ്ങൾ ഉയരുമെന്ന് മുഖ്യമന്ത്രിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഊഴമെടുത്തപ്പോൾ ഏതാണ്ട് 40-45 മിനിറ്റ് എടുത്തിട്ടാണ് പോലീസിനെതിരായ ആരോപണങ്ങൾക്ക് മറുപടി നൽകിയത്. അതിൽ പ്രധാനമായും പറഞ്ഞത് മാധ്യമങ്ങളും പ്രതിപക്ഷവും ചേർന്ന് പോലീസിനെതിരായ ആരോപണങ്ങൾ വലുതാക്കി കാണിക്കുകയാണ്. ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ സുജിത്തിന്റെ കാര്യത്തിലാണെങ്കിൽ 2023 നടന്ന സംഭവമാണ്. പക്ഷേ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ അത് അന്നത്തെ സംഭവമാണ്, അന്ന് വകുപ്പ് തല നടപടിയെടുത്തതാണ് എന്നൊന്നും പറഞ്ഞ് ഒഴിയാനല്ല നോക്കിയത്. പകരം കൃത്യമായ നടപടി എടുക്കാനാണ് നോക്കിയത്. ആ നടപടിയുടെ അടിസ്ഥാനം സർക്കാരിന്റെ തീരുമാനമാണ്. അത് മുന്നണിക്ക് കൂടി, അത് മുന്നണി നേതാക്കൾ കൂടി അത് മനസ്സിലാക്കണം എന്ന് പറഞ്ഞാണ് സംസാരം മുഖ്യമന്ത്രി അവസാനിപ്പിച്ചത്. അരുൺ, താങ്ക് യു. റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്.